ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട വാർത്ത, യു പ്രതിഭയ്ക്കെതിരെ സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ചിരിക്കുകയാണ് മുസ്ലിം ലീഗ് നേതാവ് എ ഇർഷാദ്. സോഷ്യൽ മീഡിയയിലെ പ്രചാരണങ്ങൾ അടിസ്ഥാനരഹിതമാണ്. പരാമർശത്തിൽ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നു. പ്രസംഗം ഒരു ഭാഗം അടർത്തി മാറ്റി പ്രചരിപ്പിച്ചതായാണ് വിശദീകരണം. ആദിൽ പാലോടാണ് ചേരുന്നത്. അതിൽ ഖേദം പ്രകടിപ്പിച്ചത് നല്ല കാര്യം തന്നെ, പക്ഷേ ഒരു ഭാഗമാണെങ്കിൽ പോലും ആ ഭാഗത്തിൽ പറയുന്നത് ഗുരുതരമായ കാര്യങ്ങളാണ്. ആദിൽ, വിനിത കേൾക്കാമെങ്കിൽ എനിക്കൊപ്പം ഇപ്പോൾ വിവാദ പ്രസ്താവന നടത്തിയ ലീഗ് നേതാവ് കായംകുളം മണ്ഡലം UDF-ന്റെ കൺവീനർ എ ഇർഷാദ് എനിക്കൊപ്പമുണ്ട്. ശരിക്കും അങ്ങനെ ഒരു പ്രസ്താവന നടത്തേണ്ടതില്ലായിരുന്നു എന്ന് പിന്നീട് തോന്നി. ഒരു സ്ത്രീവിരുദ്ധ പ്രസ്താവനയല്ലേ അത്? അങ്ങനൊരു പ്രസ്താവന നടത്തിയിട്ടില്ലല്ലോ. അങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് ഒരിക്കലും നടത്തിയിട്ടില്ല. എന്റെ ആ പ്രസംഗം, ആ കൺവെൻഷനിലെ പ്രസംഗം പൂർണ്ണമായിട്ടും കേൾക്കുന്ന ഒരാളും ഞാൻ അങ്ങനെ സ്ത്രീവിരുദ്ധ പ്രസ്താവന നടത്തിയിട്ടുണ്ട് എന്ന് പറയില്ല. കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ചെയ്തികൾക്കെതിരായി സംസാരിച്ചു. ആ ചെയ്തികൾക്കെതിരായി സംസാരിച്ചതിന്റെ ഏതാനും ചില ഭാഗങ്ങൾ മാത്രം അടർത്തിയെടുത്ത് അതൊരു ന്യൂസാക്കിയിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കുന്നതാണ് നമ്മൾ അറിയുന്നത്. അപ്പൊ അങ്ങനെ സ്ത്രീവിരുദ്ധപരമാണ്. കാരണം എനിക്ക് കഴിഞ്ഞ 45 വർഷത്തെ പ്രസംഗത്തിലെ ഒരു പരാമർശം ഇങ്ങനെയാണ്: ചാരുത, പിന്നീട് അഴക്, ഇതൊക്കെ വിൽപ്പനയ്ക്ക് സെയിലിന് വെച്ചിരിക്കുന്നു എന്ന് തന്നെ അങ്ങ് പറയുന്നുണ്ട്. അത് പറയുന്നതിലൊരു പ്രശ്നം. അങ്ങനെ സെയിലിന് വെക്കുന്ന ഒരു സ്വഭാവത്തിനും പറയല്ല. കാരണം സിനിമ ഈ ആക്ടേഴ്സും ഒക്കെ പലയിടത്തും മത്സരിക്കുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവരുടെ കാര്യങ്ങളിൽ ഈ പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള അതൊക്കെയാണല്ലോ സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ മുമ്പിൽ പിന്നെ ഇലക്ഷനിലും ഒരു ഇതാകുന്ന ഒരു എന്താ പറയുന്നത്, അതിനൊരു ഒരു ജയത്തിന് ഒരു കാരണമായിട്ട് പലരും ഉപയോഗിക്കാറുണ്ടല്ലോ. അത്തരത്തിലൊക്കെ ചില യോഗങ്ങളിലൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ പറഞ്ഞാൽ, അല്ലാതെ ഈ രീതിയിൽ സ്ത്രീവിരുദ്ധമായ ഒരു പരാമർശമോ സ്ത്രീകളെ ആക്ഷേപിക്കുന്ന ഒരു വാക്കോ എന്നിൽ നിന്ന് വീണിട്ടില്ല. ഞാൻ അങ്ങനെ എനിക്ക് കഴിഞ്ഞ 45 വർഷത്തെ പൊതുരംഗത്ത് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. മുനിസിപ്പൽ കൗൺസിലറായിട്ടുണ്ട്, വൈസ് ചെയർമാനായിട്ടുണ്ട്. ഒരിക്കൽ പോലും ഉണ്ടായി. ഇനി അങ്ങനെ പരാമർശം കൊണ്ട് ഏതെങ്കിലും ആർക്കെങ്കിലും എവിടെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കും. വാചകം പിൻവലിക്കുകയാണ്. ആ വാചകം ഞാൻ തീർച്ചയായിട്ടും അങ്ങനെ ആരെങ്കിലും അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുകയാണ്. ഒരു കാരണവശാലും ഞാൻ അങ്ങനെ ബോധപൂർവമായി ആരെയും ഒരു സ്ത്രീയെയും ആക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു പരാമർശം നടത്തുന്ന ആളുമല്ല, ഞാൻ നടത്തിയിട്ടുമില്ല. ഈ പരാമർശങ്ങൾ പുറത്തു വന്നതിന് പിന്നിൽ CPM ആണ് എന്ന് അങ്ങ് കരുതുന്നു? സ്വാഭാവികമായിട്ടും ഞാൻ മനസ്സിലാക്കുന്ന ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ഒരുപാട് തന്ത്രങ്ങളും ഇത്തരത്തിലുള്ള ഒരുപാട് ന്യൂസുകളും ഒക്കെ വരാറുണ്ടല്ലോ. അപ്പൊ അത്തരത്തിലുള്ള ഒരു ന്യൂസായി മാത്രമേ ഞാൻ ഇതിനെ കാണുന്നുള്ളൂ. ഈ പരാജയ ഭീതി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകാവുന്ന ചില പ്രവർത്തനങ്ങളാണ് എന്ന് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ശരി, അതാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം. ഏതായാലും നിയമ നടപടിക്ക് പോവുകയാണ് യു പ്രതിഭ ഈ പരാമർശത്തിനെതിരെ എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.